നമ്മളുടെ കടയിൽ കഴിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മൾ കടയിൽ മഞ്ഞ മുട്ടക്കറിയാണ് കൊടുക്കാറുള്ളതെന്ന്. അത് ഞാൻ മാറ്റി പിടിക്കാറൊന്നുമില്ല കേട്ടോ. എല്ലാ ദിവസവും അത് തന്നെയാണ് കൊടുക്കണം. നമ്മുടെ കടയിലെ ഹൈലൈറ്റും അത് തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ചില സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വെറൈറ്റി ബാധ കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ദിവസം വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്ന് മാറ്റി പിടിക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയ ഒരു മുട്ടക്കറിയാണിത്. ഇനി ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് പെരിഞ്ചീരം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം 1 കിലോ സവാള ഉണ്ട്. നോക്കി 1 കിലോ തന്നെ ഉണ്ട് കേട്ടോ. ഇനി പറയും ഇത് 1 കിലോ ഒന്നും ഇല്ല എന്നമ്പർ കുറേ കമൻറ്റുകൾ വരും. 1 കിലോ സവാള വെച്ചിട്ട് 25 മുട്ടക്കറിയോളം ഞാൻ കൊടുക്കാറുണ്ട്. കാരണം ഈ സവാള മാത്രമല്ല കേട്ടോ, അതിൻ്റെ അൽക്കുലത്തെ സാധനങ്ങൾ വേറെയൊക്കെ ചേർക്കും, എന്നാലേ ഇച്ചിരി കൂടുതൽ ഗ്രേവി കിട്ടുള്ളൂ. അപ്പോൾ സവാള വഴറ്റി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്ന് വഴറ്റി എടുത്തേക്കണത്. കൂടുതൽ ഗ്രേവി കിട്ടാനായിട്ട് സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഗ്രേവി കിട്ടും. അതേപോലെ തന്നെ സ്ലൈസായിട്ട് അരിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എല്ലാ സവാളയും ഒരേപോലെ വാടിക്കിട്ടുകയും ചെയ്യും. ഞാനപ്പോൾ കുറച്ച് നേരം ഇതൊക്കെ പറയണതിൻ്റെ ഇടയിലൊന്ന് ഇളക്കി കൂട്ടിയെന്നേ ഉള്ളൂ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ശരിക്കും ഒന്ന് വഴണ്ടി കിട്ടിട്ടേടോ. അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത് ഇതേപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കണത്. പിന്നെ 1 തക്കാളി 5 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴേ തക്കാളി ഇച്ചിരി പച്ച പോലെ ഞാൻ നോക്കിയപ്പോഴേ എനിക്കൊരു തൃപ്തി അങ്ങോട്ട് ആയില്ല തക്കാളി ഇട്ടത്. പിന്നെ ഞാൻ 1 തക്കാളിയും കൂടി എടുത്തിട്ട് അതും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തക്കാളി സവാളയൊക്കെ ഈ ഒരു രീതിയിലാണ് വഴണ്ട് വന്നേക്കണത്. എന്നിട്ട് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. പിന്നെ ഇതിൽ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വഴറ്റണം കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിതിൽ അധികപ്പുറത്ത് മുളക് പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ. 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേപോലെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തേക്കണം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ വഴൻ്റെത് പൊടികളൊന്നും പച്ചമണം മാറിയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് കൊടുത്ത് അങ്ങനെ അവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ച്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ കടയിൽ മുട്ടക്കറിയുടെ ഗ്രേവി കുറുകി കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യണമെന്നറിയാമോ, നമ്മുടെ മിൽമപ്പാലില്ലേ ചായക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അങ്ങോട്ട് എടുത്തിട്ട് ഒഴിക്കും. അപ്പോൾ നന്നായിട്ട് കുറുകലും കിട്ടും, നല്ല ഗ്രേവിയും ആയിരിക്കും ഉണ്ടാണത്. മുട്ട റോസ്റ്റിനൊന്നും അങ്ങനെ ചേർക്കാറില്ല, മുട്ടക്കറികൾക്ക് മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. പിന്നെ ഗ്രീൻ പീസ് കറിക്കും ചേർക്കാറുണ്ട് കേട്ടോ കടയിൽ. അപ്പം ഞാനിതെല്ലാം കൂടി ഇളക്കി കൂട്ടിയതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ സ്കിപ്പായിപ്പോയി. അങ്ങനെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്ത് ഇച്ചിരിക്കോളം പഞ്ചസാര തുള്ളിക്കോളം ഇട്ട് കൊടുത്തത്, അതേപ്പുറത്തൊന്നും ഇട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് എല്ലാം കൂടി ഇളക്കി കൂട്ടി എടുത്തിട്ടാണ്. പിന്നെയാണ് നമ്മളിത് വന്നത് എന്തെന്ന് നല്ല കട്ടി തേങ്ങാപ്പാൽ അതും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഇളക്കി നോക്കണം. ഇളക്കി നോക്കിയിട്ട് ഭയങ്കര കുറുകലാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതും പറഞ്ഞ് കുറേ അങ്ങോട്ട് ഗോദാവരി വെള്ളം പോലെ ഒന്നും ഒഴിച്ച് കൊടുത്തേക്കരുത്. അത്യാവശ്യം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം മാത്രം ഒഴിച്ച് കൊടുക്കാൻ നോക്കണം. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി ഇളക്കിക്കൂട്ടി ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. ഒന്നിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, നമ്മുടെ മുട്ട കുറച്ച് ഞാൻ ഒലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് വരഞ്ഞൊന്നുമില്ല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാ. ഇനി ഒരാൾ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ട് അതൊന്നും ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കണേണ്. മുട്ട ഫ്രൈ ആക്കിയിട്ട് മുട്ടക്കറി വെക്കലേ, അതൊരു ദിവസം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. എന്നിട്ട് ഞാനെന്ത് എണ്ണയൊക്കെ തെളിയാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതായത് മുട്ടക്കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞതായി ഈ ഒരു രൂപത്തിൽ വന്നിട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മുട്ടക്കറിക്ക്. പിന്നില്ലേ നമ്മൾ കടയിൽ ഉണ്ടാക്കണം മുട്ടക്കറിക്ക് ഞാൻ മല്ലിയില ഇടും. ആ ഒരു ഇതിൽ തന്നെ ഇതിലും മല്ലിയില കുറച്ച് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിയുടെ ടേസ്റ്റ് അങ്ങ് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പൊറോട്ട, അപ്പം, ഇടിയപ്പം എന്തിൻ്റെ കൂടെയും പോകട്ടെ ഈ ഒരു മുട്ടക്കറി അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു.